നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷിക്കുകയാണ് രാജ്യം. ഉത്തരേന്ത്യയിലാണ് പ്രധാനമായും ഹോളി ആഘോഷിക്കുന്നത്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വർണ്ണങ്ങളാൽ നിറയട്ടെ ഈ വർഷത്തെ ഹോളി. നിറങ്ങളുടെ ഉത്സവമെന്നും വസന്തോത്സവമെന്നും അറിയപ്പെടുന്ന ഹോളി ഫാൽഗുന മാസത്തിലെ പൗർണമി നാളിലാണ് ആഘോഷിക്കുന്നത്. ജാതിമത ഭേദമന്യേ പരസ്പരം വർണ്ണങ്ങൾ വാരിവിതറി ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. കേരളത്തിൽ അത്ര വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടാറില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഹോളിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഉത്തരേന്ത്യയിലാണ് പ്രധാനമായും ഹോളി ആഘോഷിച്ചു വരുന്നത്. ഗുജറാത്തികളും മാർവാടികളും പഞ്ചാബികളും ആഘോഷത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. പഞ്ചാബിൽ ഹോള മൊഹല്ല എന്ന പേരിലാണ് ഹോളി ആഘോഷം. പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം നിറങ്ങൾ വാരി വിതറി ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ പുരുഷന്മാർക്ക് ഹോളി ആഘോഷിക്കുവാനോ സ്ത്രീകൾ ഹോളി ആഘോഷിക്കുന്നത് കാണുവാനോ അനുവാദമില്ല. ഹോളി ആഘോഷത്തിന് പിന്നിൽ പല ഐതിഹ്യങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസം. അവയിൽ പ്രധാനമായി കണക്കാക്കപ്പെടുന്നത് ഹിന്ദു പുരാണത്തിലെ ഹിരണ്യകശിപുവിന്റെ മകൻ പ്രഹ്ലാദന്റെ കഥയാണ്. രാധാകൃഷ്ണ പ്രണയവും കാമദേവന്റെ ജീവത്യാഗവുമെല്ലാം പ്രസിദ്ധമാണ്. ഹോളി പഴയ കാലത്ത് കർഷകരുടെ ഉത്സവമായിരുന്നു. സമൃദ്ധമായ വിളവ് ലഭിക്കുവാനും മണ്ണിനെ ഫലഭൂഷ്ടമാക്കുവാനുമുള്ള ആഘോഷമായിരുന്നു. 2 ദിവസത്തെ ആഘോഷമാണ് ഹോളി. ഹോളിക ദഹൻ, ദുലന്തി എന്നിവയാണവ. 2ാമത്തെ ദിവസമായ ദുലന്തിയാണ് നിറങ്ങളുടെ ദിവസം. പരസ്പരം നിറം പുരട്ടുമ്പോൾ ശത്രുത അകലുമെന്നതാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം. ജീവിതത്തിൽ സമാധാനവും സ്നേഹവും വിജയവും ഉണ്ടാകുമെന്ന് പ്രത്യാക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.